ഹായ് ഓൾ, എൻ്റെ പേര് രശ്മി. ഞാനാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇന്നത്തെ സെഷനിൽ രണ്ട് പാർട്ടാണുള്ളത്. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ കറണ്ട് അഫയേഴ്സിനെ ഫോർ പ്രിലിംസ് അപ്രോച്ച് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്. പിന്നെ സെക്കൻഡ് പാർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. സോ മെയിൻ സെക്ഷനിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ കോട്ട് ഒന്ന് വായിക്കാം. ആൻഡ് ജസ്റ്റ് ഈ കോട്ട് ഒന്ന് മൈൻഡിൽ വെക്കാം. സംടൈംസ് എ ചേഞ്ച് ഓഫ് പെർസ്പെക്റ്റീവ് ഇസ് ഓൾ ഇറ്റ് ടേക്സ് ടു സീ ദ ലൈറ്റ്. ഞാൻ ഇത് എന്തുകൊണ്ടാ വായിക്കാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് സെഷന്റെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് നമ്മുടെ സെഷൻ തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് UPSCയുടെ സിലബസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് കേൾക്കാനാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. യു പി എസ് സിയുടെ സിലബസിൽ എവിടെയെങ്കിലും കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇത് UPSCയുടെ പ്രിലിം സിലബസിൽ നിന്ന് ഞാൻ എടുത്ത പാട്ടാണ്. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം കാണുന്നതാണോ, അതോ അതിന് പകരം മറ്റെന്തെങ്കിലും ആണ് കാണുന്നത്? യെസ്, യു പി എസ് സിയുടെ സിലബസിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം മെൻഷൻ ചെയ്തിട്ടില്ല. പകരം പറഞ്ഞിരിക്കുന്നത് കറണ്ട് ഈവൻസ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്നാണ്. അപ്പോ ഈ കറണ്ട് അഫയേഴ്സും കറണ്ട് ഈവൻസും രണ്ടാണോ? UPSCക്ക് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന് സിംപ്ലി യൂസ് ചെയ്താൽ പോലെ എന്തുകൊണ്ടായിരിക്കും UPSC കറണ്ട് ഈവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ടാവോ? നമുക്കത് നോക്കാം. സോ കറണ്ട് ഈവൻസും കറണ്ട് അഫയേഴ്സിലും തമ്മിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. കറണ്ട് ഈവൻസ് നമ്മൾ പറയുമ്പോൾ അതില് നമുക്ക് ഇപ്പം ഒരു മാറ്റർ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിന്റെ സർഫേസ് ലെവലിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. നമ്മൾ കറണ്ട് ഈവൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ. പക്ഷെ കറണ്ട് അഫയേഴ്സിലോട്ടേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഈ കറണ്ട് ഈവൻസിന്റെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് നമ്മൾ കറണ്ട് അഫയേഴ്സിലോട്ടേക്ക് വരുമ്പോൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ ആദിത്യ L1ന്റെ വിക്ഷേപണം അതെടുക്കാം. ആദിത്യ L1ന്റെ വിക്ഷേപണം ഒരു കറണ്ട് ഈവന്റ് ആണ്. സോ അതില് എന്താ പറയാ, അപ്പോ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലോഞ്ചിങ് വെഹിക്കിൾ, പിന്നെ അതിലുള്ള ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ്, ഇതിനൊക്കെ നമുക്ക് കറണ്ട് ഈവന്റ്സിന്റെ ഭാഗമായിട്ട് പഠിക്കാം. അതൊക്കെ അതിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് നോളജ് തരുന്ന കാര്യങ്ങളാണ്, ബേസിക് ഫാക്ട്സ് ആണ്. എന്നാൽ നമ്മൾ അതിനെ കറണ്ട് അഫയേഴ്സ് പെർസ്പെക്റ്റീവിലോട്ടേക്ക് കാണുകയാണെങ്കിൽ നമ്മൾ ആദിത്യ L1ന്റെ ലോഞ്ചിലൂടെ ഇന്ത്യക്കുണ്ടായ അഡ്വാൻറ്റേജ്, ഇന്ത്യയുടെ സ്പേസ് പോളിസിയെ അതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, സ്ട്രാറ്റജിക് ആയിട്ട് ഈ ഒരു ലോഞ്ചിനുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, ഇന്ത്യയുടെ ഫ്യൂച്ചർ മിഷൻസിനെ ഇതിന്റെ സക്സസ് എങ്ങനെ അഫക്റ്റ് ചെയ്യും, ഇതൊക്കെയാണ് കറണ്ട് അഫയേഴ്സിലോട്ടേക്ക് വരുമ്പോഴുള്ള മാറ്റം എന്ന് പറയുന്നത്. അതായത് കറണ്ട് ഈവൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള സർഫേസ് ലെവലിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ബട്ട് കറണ്ട് അഫയേഴ്സിലോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഓരോ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. സോ UPSC പ്രിലിംസിന്, മെയിൻസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, UPSC പ്രിലിംസിന് അപ്പൊ UPSC നമ്മുടെ കയ്യിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് എന്താ? കറണ്ട് ഈവൻസ് ആണ്. അതായത് ചുറ്റും നടക്കുന്ന റെക്കറിംഗ് ആയിട്ടുള്ള ഈവൻസ്, കറണ്ട് ഈവൻസ്, അതിനെ പറ്റിയുള്ള ഒരു ബേസിക് ആൻഡ് സർഫേസ് ലെവൽ അവയർനെസ്, അതാണ് UPSC നമ്മുടെ കയ്യിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്.
അത് എങ്ങനെയാണെന്ന് ഞാൻ കുറച്ച് എക്സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഹൗ ടു അപ്രോച്ച് ദ കറന്റ് ഈവൻസ് ഫോർ UPSC. ഇത് 2024 ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി delimitation commissions have been constituted by the government of India till December 2023? നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കരുതാം, എത്ര കമ്മീഷൻസ് ഉണ്ടാവും ഓരോ ആവശ്യത്തിനും വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത. ബട്ട് UPSC എന്തുകൊണ്ടാണ് ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനെ പറ്റി തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, ഡീലിമിറ്റേഷൻ കമ്മീഷനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തൊക്കെ ചോദിക്കാൻ പറ്റും ഡീലിമിറ്റേഷൻ കമ്മീഷനെ പറ്റിയിട്ട്? അതിലുള്ള മെമ്പേഴ്സിനെ പറ്റി ചോദിക്കാം, എങ്ങനെയാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാം, ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ആ ഒരു ഡീലിമിറ്റേഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് ചോദിക്കാം. പക്ഷെ എന്തുകൊണ്ടാ UPSC ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്? കാണുമ്പോൾ തന്നെ കുറച്ച് വേഗമായിട്ട് തോന്നില്ലേ? അതായത് ഹൗ മെനി ഡീലിമിറ്റേഷൻ കമ്മീഷൻസ് ഹാവ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടിൽ December 2023. എന്തൊക്കെ ചോദിക്കാം? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ UPSC ചോദിച്ചിട്ടുണ്ടാവുക? ഫസ്റ്റ് നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിലോട്ടേക്ക് പോവാം. എന്തുകൊണ്ട് UPSC ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളതിലോട്ടേക്ക്. ഇത് 2023 റിക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ന്യൂസാണ്. ഡീലിമിറ്റേഷൻ എപ്പോഴും 2023 ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ 2024 നമ്മുടെ ലാസ്റ്റ് ജനറൽ ഇലക്ഷൻ. അപ്പോൾ അതിനു മുൻപേ ഡീലിമിറ്റേഷൻ നടത്തണം എന്നുള്ള ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡീലിമിറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യുവൻസികൾ രൂപീകരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ നോർത്തേൺ സ്റ്റേറ്റ്സിൽ പോപ്പുലേഷൻ സദേൺ സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് കൂടുതലായതുകൊണ്ട് കൂടുതൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് എവിടെ ഉണ്ടാവും? നമ്മുടെ നോർത്തേൺ സ്റ്റേറ്റ്സിൽ ഉണ്ടാവും. സോ സെൻട്രലിൽ ആര് ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ഡിസിസീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ് അസംബ്ലീസും അവിടെ നിന്ന് അവിടുത്തെ റിസൾട്ട്സും ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം നോർത്തില് BJPക്ക് ഒരു എഡ്ജ് ഉണ്ട്. സോ നോർത്തിൽ നിന്ന് കൂടുതൽ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലീസ് വരുവാണെങ്കിൽ ഈ BJP ജയിക്കാനുള്ള ആ ഒരു ചാൻസ് കൂടും. ഈ ഒരു സംഭവം നമ്മുടെ സദേൺ സ്റ്റേറ്റ്സിനെ വല്ലാതെ വെറി ചെയ്തിരുന്നു. ഒന്ന് അതാണ് റീസൺ, ഒന്ന് പൊളിറ്റിക്കൽ റീസൺ ആണ്. രണ്ടാമത്തത് എക്കണോമിക്കൽ റീസൺ, അതായത് ബജറ്റിൽ നിന്ന് കൂടുതൽ റിസോഴ്സസ് ഒക്കെ നമ്മുടെ ഈ നോർത്തേൺ സ്റ്റേറ്റ്സിന് അലോക്കേറ്റ് ചെയ്തു കൊടുക്കും. അങ്ങനത്തെ ഒക്കെ ഒരു ഫിയറും ടെൻഷൻസും കൂടി നമ്മുടെ സദേൺ സ്റ്റേറ്റ്സിന് ഉണ്ടായിരുന്നു. സോ ഈ ഒരു ഇഷ്യൂ കാരണം 2023 എല്ലാ മാസവും ഒരു ന്യൂസ് എങ്കിലും കാണും ഈ ഡിലിമിറ്റേഷനെ പറ്റിയിട്ട്. സോ അതാണ് UPSC ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്ത് ന്യൂസ് വന്നാലും നമ്മുടെ മാഗസീൻസ്, അതായത് ഈ പലതരം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇറക്കുന്ന മാഗസീൻസ്, അതിനെ പറ്റിയിട്ട് ഒരു നോട്ട് അവരുടെ മന്ത്ലി മാഗസീൻസിലോ അല്ലെങ്കിൽ ഇപ്പൊ PT360 പോലെയുള്ള മാഗസീൻസിലോ ഒക്കെ കൊടുത്തു കാണും. ഇത് അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഡീലിമിറ്റേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്ത ഒരു നോട്ടാണ്. ഏകദേശം ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട്സും നോട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഡീലിമിറ്റേഷൻ ഇൻ ആസാം ചേഞ്ചസ് പ്രപ്പോസ്ഡ് ആൻഡ് കൺസേൺസ്. സോ അവർ കൊടുത്തിരിക്കുന്ന ഈ നോട്ടിൽ എന്താ ഡീലിമിറ്റേഷൻ, അതിന്റെ ആ ഒരു ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ഡീലിമിറ്റേഷൻ കമ്മീഷൻസ്, നീഡ് ഓഫ് ഡീലിമിറ്റേഷൻ ഇൻ ആസാം, അങ്ങനെ ഒരുപാട് ഫാക്ട് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഫാക്ട്. പക്ഷെ UPSC ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിൽ നിന്നൊന്നുമല്ല. അതിന്റെ മീനിങ് ഇത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, മെയിൻസ് പെർസ്പെക്റ്റീവിലോട്ടേക്ക് വരുമ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പ്രിലിംസ് പെർസ്പെക്റ്റീവില് ഇത്രയും ഫാക്ട്സ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? UPSC എന്താണ് ആക്ച്വലി
ചോദിച്ചിരിക്കുന്ന എക്സാമിന് ഇങ്ങനെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ഡീലിമിറ്റേഷൻ കമ്മീഷൻസ് ഹാവ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടിൽ ഡിസംബർ 2023? അല്ലാതെ കൂടുതലായിട്ട് ഒന്നും UPSC ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഇത്രയും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇത് പഠിക്കേണ്ടെന്നല്ല, പഠിക്കേണ്ടത് നല്ലതാണ്. പക്ഷെ ഇതിന്റെ കൂടെ നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇത് പഠിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ മെയിൻസിന് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. പക്ഷെ പ്രിലിംസ് പെർസ്പെക്റ്റീവിലോട്ടേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ന്യൂസ് കിട്ടുകയാണെങ്കിൽ അതിന്റെ ബേസിക്സ് ആവണം നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഈ ബേസിക്സ് എവിടുന്നാ കിട്ടുന്നത്? നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിൽ നിന്നും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തരുന്ന നോട്ട്സിൽ നിന്നും ഒക്കെയാണ്. സോ നമ്മൾ ഒരു കറണ്ട് ഈവന്റ് കിട്ടുമ്പോൾ അതിനെ നമ്മുടെ സ്റ്റാറ്റിക് പോർഷൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബേസ് നോട്ടായിട്ട് കണക്ട് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ നമുക്ക് ഈ പ്രിലിംസിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ അതിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടല്ലോ അല്ലെ? ഇത് നമ്മുടെ ലക്ഷ്മികാന്തില് ഡീലിമിറ്റേഷൻ റിലേറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പോർഷൻ ആണ്. ലക്ഷ്മികാന്തിലുള്ള പാർലമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ചാപ്റ്ററിൽ. സോ ഇത് വായിച്ച് ഇത് പഠിച്ച ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ഡീലിമിറ്റേഷന്റെ ന്യൂസ് കണ്ടപ്പോ ആ ഞാൻ ലക്ഷ്മികാന്തിൽ നിന്ന് ഇത് ആദ്യം പഠിക്കണം അങ്ങനെ കരുതിയിട്ട് ഇത് പഠിച്ചൊരു കുട്ടിക്ക് 2024 ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ലക്ഷ്മികാന്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പാർലമെന്റ് ഹാസ് ഇനാക്റ്റഡ് ദ ഡീലിമിറ്റേഷൻ കമ്മീഷൻസ് ആക്ട്സ് ഇൻ 52, 62, 72 ആൻഡ് 2002 ഫോർ ദിസ് പർപ്പസ്. സോ ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ന്യൂസ് കാണുകയാണെങ്കിലും അതിനെ നമ്മുടെ ബേസിക്സ് ആയിട്ട് നമ്മുടെ ബേസിക്സ് റിസോഴ്സസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ശേഷം ആ ബേസിക് കാര്യങ്ങൾ ആദ്യം പഠിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്യാൻ പോവാൻ പാടുള്ളൂ. ഡീപ്പ് ഡൈവ് ചെയ്യുന്നത് നല്ലതാണ്, നമുക്കത് മെയിൻസിന് നല്ല എഡ്ജ് തരും. പക്ഷെ പ്രിലിംസിന് നമുക്കത് ചിലപ്പോൾ ഉപകാരപ്പെട്ടെന്ന് വരില്ല. ആൻഡ് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും 2024 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും കറണ്ട് ഈവന്റ്സ് എന്നുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. Which of the following statements about the ethics committee in the Lok Sabha are correct? Initially, it was an ad hoc committee. Only a member of the Lok Sabha can make a complaint relating to unethical conduct of a member of the Lok Sabha. This committee cannot take up any matter which is sub judice. So, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ ക്വസ്റ്റ്യനും ഒരുപാട് ഈ ഒരു എത്തിക്സ് കമ്മിറ്റിയെ പറ്റിയിട്ടും 2023 ഒരുപാട് ഡിസ്കഷൻസ് വന്നിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാല് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു MP ആണ് മഹുവ മൊയ്ത്ര. അവരിപ്പോ റീസെന്റ് ആയിട്ട് നടന്ന ജനറൽ ഇലക്ഷനിലും ജയിച്ചിട്ടുണ്ട്. സോ അവർക്കെതിരെ ഉണ്ടായ ഒരു കോൺട്രവേഴ്സി അവര് റിലേറ്റഡ് ആയിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാല് അവർക്ക് ഒരു ഔട്ട്സൈഡർ അവർക്ക് ക്യാഷ് കൊടുത്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ലോക്സഭയിൽ ചോദിച്ചു, അവരെ കൊണ്ട് ചോദിപ്പിച്ചു. അതാണ് ഒന്നാമത്തെ ഇഷ്യൂ. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാല് ചില ഡാറ്റാസ് നമ്മുടെ MPസിന് ചില എക്സ്ക്ലൂസീവ് ഡാറ്റാസ് ആക്സസിബിൾ ആണ്. ഒരു MPസിന്റെ ക്രെഡൻഷ്യൽസ് വെച്ചിട്ടാണ് അവർക്കത് ആക്സസ് ചെയ്യാൻ പറ്റുക. സോ മഹുവ മൊയ്ത്ര അവരുടെ ഈ ക്രെഡൻഷ്യൽസ് മറ്റൊരു ഔട്ട്സൈഡറിന് കൊടുത്തു. സോ അയാൾക്ക് ഈ എക്സ്ക്ലൂസീവ് ഡാറ്റാസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇത് രണ്ടുമായിരുന്നു ഇഷ്യൂ. ഇത് കാരണം നമ്മുടെ മഹുവ മൊയ്ത്രയെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിസ്കഷൻസ് ആൻഡ് കാര്യങ്ങൾ
ഒക്കെ നടന്നിരുന്നു. അവസാനം സോ ആ സമയത്ത് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കാനും കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ രൂപീകരിച്ച കമ്മിറ്റിയാണ് എത്തിക്സ് കമ്മിറ്റി. സോ ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ കൊടുത്തിരിക്കുന്ന നോട്ട്സ് നോക്കാം. ഇത് അത്ര ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ വായിച്ചു തരാം. ഇതൊരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ എത്തിക്സ് കമ്മിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്ന റിലേറ്റഡ് നോട്ടാണ്. അതിൽ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്, അതായത് ഇതിന്റെ ഈ ഒരു ഫോർമേഷനും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ. പിന്നെ എങ്ങനെയാണ് അത് ഈ കംപ്ലൈൻസിനെ ഈ എത്തിക്സ് കമ്മിറ്റി മാനേജ് ചെയ്യുന്നത്, അതിന്റെ പ്രൊസീജിയേഴ്സ്, പിന്നെ പ്രിവിലേജസ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കമ്മിറ്റി ആയിട്ടുള്ള ഒരു കമ്പാരിസൺ, ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ UPSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? അതൊരു അഡ്ഹോക് കമ്മിറ്റി ആയിരുന്നോ, അല്ലെങ്കിൽ ഒരു കോർട്ടിന്റെ അഡ്ജുഡിക്കേഷനിലുള്ള ഒരു കാര്യം ഈ എത്തിക്സ് കമ്മിറ്റിക്ക് എടുക്കാൻ പറ്റുമോ? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് UPSC ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമ്മൾ ഇത്രയും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് അതിന്റെ ഹിസ്റ്ററിയും പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ പ്രിലിംസിന് വേണ്ടിയിട്ട്? വേണ്ട. ഇതിന്റെയും ഒരു ഏകദേശം ആൻസർ കിടക്കുന്നത് നമ്മുടെ ലക്ഷ്മികാന്തിലാണ്. ഈ എത്തിക്സ് കമ്മിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കറണ്ട് ഈവന്റ് കാണുന്ന ഒരു കുട്ടി നമ്മൾ പാർലമെന്റ് കമ്മിറ്റീസിനെ പറ്റിയിട്ട് വേണം ആദ്യം പോയി നോക്കാൻ. ഈ എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി കമ്മിറ്റി ആണല്ലോ. അപ്പോ ഈ ഒരു ന്യൂസ് കാണുന്ന കുട്ടി ആദ്യം പഠിക്കേണ്ടത് പാർലമെന്ററി കമ്മിറ്റീസിനെ പറ്റിയിട്ടാണ്. സോ ഈ ന്യൂസ് കണ്ട് അങ്ങനെ പാർലമെന്ററി കമ്മിറ്റിയെ പറ്റി പഠിക്കാൻ പോയ ഒരു കുട്ടി ഇതെന്തായാലും കാണും. അഡ്ഹോക് കമ്മിറ്റിയുടെ അണ്ടറിൽ ഈ കമ്മിറ്റി ടു ഇൻക്വയർ ഇൻ ടു ദ ഇംപ്രോപ്പർ കണ്ടക്ട് ഓഫ് എ മെമ്പർ എന്നുള്ള പോയിന്റ് ഒബ്വിയസ് ആയിട്ടും കണ്ടിരിക്കും, അല്ലെങ്കിൽ പഠിച്ചിരിക്കും. സോ ഇത് കണ്ട ഒരു കുട്ടിക്ക് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന് ഒബ്വിയസ് ആയിട്ടും കറക്റ്റ് ആക്കി എടുക്കാം. ഇറ്റ് വാസ് എൻ അഡ്ഹോക് കമ്മിറ്റി എന്നുള്ള രീതിയിലുള്ളത്. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അയാൾ എലിമിനേറ്റ് ചെയ്ത് കളയുവാണെങ്കിൽ 1 and 3 എന്നുള്ള ആൻസറിലോട്ടേക്ക് നമ്മൾ എത്തും. അപ്പോ കണ്ടല്ലോ UPSC എങ്ങനെയാണ് നമ്മുടെ ബേസിക് സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ബേസിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ലക്ഷ്മികാന്തിൽ നിന്ന് തന്നെയാണ് ഈ ഇപ്പൊ കാണിച്ചിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യനും UPSC ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Consider the following properties included in the World Heritage List released by the UNESCO. ഇതും ആ സമയത്ത് റിക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ന്യൂസാണ്. ശാന്തിനികേതനും സാക്രഡ് എൻസെമ്പിൾസ് ഓഫ് ദ ഹൊയ്സലാസും. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിനെപ്പറ്റി ഡിസ്ക്രിപ്റ്റീവായിട്ട് ഒരുപാട് വലിയ വലിയ നോട്ട്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശാന്തിനികേതനെ പറ്റിയിട്ടും ഈ ഹൊയ്സലാസിന്റെ ടെമ്പിൾസിനെ പറ്റിയിട്ടും അവരുടെ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടും എല്ലാം. പക്ഷെ അറ്റ് ദി എൻഡ് UPSC ചോദിച്ചത് എന്താ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് ആ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ റീസെന്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന സൈറ്റ്സിന്? വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതിന് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ശാന്തിനികേതൻ, ഏത് ഇയറിലാണ് ശാന്തിനികേതൻ സ്ഥാപിച്ചത്, എന്തൊക്കെ പരിപാടികളാണ് ശാന്തിനികേതനിൽ നടക്കുന്നത്, അങ്ങനത്തെ ഒന്നും UPSC ചോദിച്ചിട്ടില്ല. സിംപ്ലി അവർ ഏതൊക്കെ ആഡ് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എക്സസൈസ് മിത്രശക്തി 2023 ആർ കറക്റ്റ്? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് പാനിക് ആവും. കാരണം ഒരുപാട് ഒരു ഡാറ്റയുടെ ഒരു ബൊമ്പാർട്ട്മെന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ.
അതായത് this was a joint military exercise between India and Bangladesh. It commenced in own and joint response during counter-terrorism operation was a goal of this operation. Indian Air Force was a part of this exercise. സോ 4 ഫാക്റ്റുകളാണ് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ബേസിക്സ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, നമ്മുടെ അവയർനെസ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇത് ചോദിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ന്യൂസ് 2023 നിറഞ്ഞു നിന്നിരുന്നതാണ്. ഇന്ത്യയുടെയും ശ്രീലങ്കയും തമ്മിലുള്ള ജോയിന്റ് എക്സസൈസ് ആണ് മിത്രശക്തി എന്നുള്ളത്. പിന്നെ സ്പെഷ്യലി PIBയിൽ ന്യൂസ് കൂടാതെ PIBയിലും ഇതിനെ പറ്റിയിട്ട് അത്യാവശ്യം നല്ലൊരു റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. PIBയിലുള്ള വേർഡ്സ് ആണ് അതേപടി വേർഡ് ബൈ വേർഡ് നമ്മുടെ UPSC ഈ ക്വസ്റ്റ്യനിലും ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. The 9th edition of Joint Military Exercise Mitra Shakti 2023 war commenced today in Onth. And ഇതിൽ ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത്, എവിടേക്കാണ് നടന്നിരിക്കുന്നത്, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതായത് സിനർജൈസിങ് ദ ജോയിന്റ് റെസ്പോൺസസ് ഡ്യൂറിങ് കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ UPSC നമ്മളോട് ഒരിക്കലും ഇത് മുഴുവൻ പഠിക്കാൻ ആവശ്യപ്പെടുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ടേക്ക് തിരിച്ചു വരാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ദിസ് വാസ് എ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഈ മിത്രശക്തിയെ പറ്റി വായിച്ച ഒരാൾക്ക് ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ഇടയിലല്ല ഈ എക്സസൈസ് നടക്കുന്നത്. ഇന്ത്യ ആൻഡ് ശ്രീലങ്കയാണ് ഇതിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആ ഒരു അവയർനെസ് ഉള്ള ഒരാൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് എടുക്കാം. അങ്ങനെ സിംപ്ലി ഡി എന്നുള്ള ഓപ്ഷനിൽ ലാൻഡ് ചെയ്യാൻ പറ്റും. സോ UPSCയും നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയേ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. ഈ എക്സസൈസ് മിത്രശക്തി അതിൽ പങ്കെടുക്കുന്നത് ആരാണ്, നമ്മൾ അത്രയേ അറിയേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ലൊക്കേഷനോ ഇതിന്റെ ആരൊക്കെ പങ്കെടുക്കുന്നെന്നോ എത്ര ആൾക്കാരുണ്ടെന്നോ ഏത് ഡേറ്റിനാണ് ഇത് നടന്നതെന്നോ ഇതൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. സിംപ്ലി ഈ ഒരു മിലിറ്ററി എക്സസൈസ് അല്ലെങ്കിൽ ഈ ഒരു എയർഫോഴ്സിന്റെ ഈ ഒരു എക്സസൈസ് ഏതൊക്കെ കൺട്രീസിന്റെ ഇടയിലാണ് നടന്നിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ബേസിക് ഫാക്ട് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അത് അറിയുന്ന ഒരു കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇതിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? UPSC ഒരിക്കലും ഇപ്പോ ഒരു ഈവന്റ് നടക്കുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്ന് ഒരു നിർബന്ധവും UPSCക്കില്ല. അത് മുഴുവൻ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിലല്ല UPSC ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിന്റെ ബേസിക്സ് നമുക്ക് തറോ ആയിരിക്കണം. അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ഡീപ് ഡൈവ് ചെയ്യാതെ നമ്മൾ നമ്മുടെ ബേസിക് ടെക്സ്റ്റ് ബുക്സിന്നും നോട്ട്സിന്നും എന്തൊക്കെയാണോ പഠിക്കുന്നത് അതിന് നമുക്ക് ഈ കറണ്ട് ഈവൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ കാര്യങ്ങളാണ് UPSC എക്സാമിനും ആക്ച്വൽ എക്സാമിനും ചോദിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ സ്ലൈഡില് ഇപ്പൊ ഒരു റെഗുലേറ്റിംഗ് ബിഗ് ടെക് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ടാവും. സോ ഇങ്ങനത്തെ ആർട്ടിക്കിളിലൊന്നുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. UPSCയുടെ ഡിമാൻഡ് എന്താണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് എവിടെന്നാ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നതിലൂടെയാണ് UPSCയുടെ ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കറണ്ട് ഈവൻസിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഫിൽട്ടർ ചെയ്ത് പഠിക്കാൻ. സോ മൈ പോയിന്റ് ഇസ്, ഒരാൾ എന്നോട് ഹൗ ടു അപ്രോച്ച് കറണ്ട് ഈവൻസ് ഫോർ UPSC എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇത്രയും കാര്യങ്ങളായിരിക്കും. ആദ്യം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ദ ഡിമാൻഡ്. UPSC എന്ത് നമ്മൾ അറിയണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഒരു മിലിറ്ററിയുടെ എക്സസൈസ്
ആ ക്വസ്റ്റ്യനിൽ ഒരു അനാലിസിസ് ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? UPSC നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് ആകെ ആഗ്രഹിക്കുന്നത് ഒരു മിലിറ്ററി എക്സസൈസോ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും ജോയിന്റ് ആക്ടിവിറ്റി നടക്കുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കുന്നത് ആരാണെന്നുള്ള ഒരു ബേസിക് ഫാക്റ്റ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് UPSC ഡിമാൻഡ് ചെയ്യുന്നത്. അതുപോലെ പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചു, ആദ്യത്തെ ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യനും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഈവൻറ്റ്സ് ന്യൂസ് പേപ്പറിൽ വരികയാണെങ്കിൽ നമ്മൾ സിംപ്ലി നമ്മൾ പഠിക്കുന്ന ബേസിക് നോട്ടുമായിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് അതില് ഈ കറണ്ട് ഈവൻറ്റ്സ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മെൻഷൻസ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം UPSCയുടെ ഡിമാൻഡ് മനസ്സിലാക്കുക. ഡിമാൻഡ് മനസ്സിലാക്കിയിട്ട് റൂട്ട് ഫോർ ദ ബേസിക്സ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബേസിക് നോളജ്, ബേസിക് സർഫസ് ലെവൽ നോളജ് ഉണ്ടാക്കിയെടുക്കാം. ശേഷം അതിനെ തന്നെ പലതവണ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ സേ നോ ടു ഫോം, അതായത് ഇപ്പൊ വിഷൻ, അതുപോലെ ശൂന്യ, അതുപോലെ പല മാഗസിൻസും ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ. അതിൽ തരുന്ന A to Z കാര്യങ്ങൾ പഠിക്കാതെ നമുക്ക് വേണ്ടത് മാത്രം ഫിൽട്ടർ ഔട്ട് ചെയ്ത് പഠിക്കുക. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ള ആ ഒരു ഇതിന്ന് നിങ്ങൾ പുറത്തു വരിക. എനിക്കറിയാം ഇപ്പം പ്രിലിംസ് വരാറായി, എത്താറായി, ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ. എല്ലാവരും ഒരു കറണ്ട് അഫയേഴ്സിന്റെ മാഗസീനെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇനി ഈ ദിവസത്തിൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ഏതെങ്കിലും ഏത് സോഴ്സ് ആയാലും അത് നിങ്ങൾ പഠിക്കുമ്പോൾ A to Z കാര്യങ്ങൾ മൊത്തം ബൈഹാർട്ട് പഠിക്കാതിരിക്കണം. പകരം വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒബ്വിയസ് ആയിട്ടും ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിന്റെ ആ ഒരു പോർഷൻസിലെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ സെഷൻ. താങ്ക് യു.